മഹത്തായ റമദാനിലെ രണ്ടാമത്തെ ജുമുഅയാണ് ഈ വർഷം നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. വലിയ വലിയ അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളുടെയും ദിവസമാണിന്ന്. അള്ളാഹു അതെല്ലാം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിലുണ്ടാക്കിയ ഒരു വലിയ വിപ്ലവം, അല്ലെങ്കിൽ വലിയ നവോത്ഥാനം എന്ന് പറയാവുന്നത് വിശ്വാസത്തിൻ്റെ ഏകത്വം ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള ശ്രമമാണ്. ഓരോ നാട്ടിലും വീട്ടിലും ഗോത്രവർഗങ്ങളിലും എല്ലാം അവരവർക്ക് മതിയാകുന്നത്ര ആരാധ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് അവയെ വണങ്ങിയും പൂജിച്ചു, അവയ്ക്ക് നേർച്ച വഴിപാടുകൾ നടത്തിയും ഒരു വേള ബലികർമ്മങ്ങൾ വരെ നടത്തിയാണ് ജീവിച്ചു പോന്നിരുന്നത്. അത്തരം ഒരു സമൂഹത്തിൻ്റെ മധ്യേയാണ് ഖുർആനിൻ്റെ വർത്തമാനം ആരംഭിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ഏകദൈവം അല്ലെങ്കിൽ ഏകനായ ആരാധ്യൻ, പരബ്രഹ്മം, അല്ലാഹു ഇങ്ങനെ പരിചയപ്പെടുത്തുകയുണ്ടായി. അത് ലോകത്ത് മാനവകുലത്തെ സംബന്ധിച്ചൊരു അത്ഭുതകരമായ വാർത്തയാണത്. അങ്ങനെ ഒരാൾ പറയുമ്പോൾ ജഅലൽ ആലിഹത്ത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇതൊരു വലിയ ആന്തികമായി പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണിത്. കോടാനുകോടി വിശ്വാസങ്ങളുടെ കേന്ദ്രങ്ങളെ മാറ്റിവച്ചിട്ട് ഒരൊറ്റ കേന്ദ്രത്തെ സ്വീകരിക്കുക. ഇങ്ങേയറ്റത്ത് പ്രവാചക, നിൻ കണ്ണിൽ ചരാചര രക്ഷകൻ ഒരേ ഒരു മഹാൻ മാത്രം, താഹ. ബാക്കിയൊരു കവിതയുടെ വാക്ക് മലയാളമാണ്, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അഖില പ്രപഞ്ചത്തെയും സംരക്ഷിക്കാൻ ഒരൊറ്റ ഇലാഹ്. അതിങ്ങേ തലയ്ക്ക് നമ്മൾ കേൾക്കുകയാണ്. അത് 15 നൂറ്റാണ്ട് മുൻപ് ലോകത്തിൻ്റെ വിഹായസിൻ്റെ പരപ്പിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശബ്ദം ഒഴുകി നടന്നതാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹിറയിൽ നിന്നാണത് ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ജനങ്ങൾക്കൊരു ആശ്ചര്യമായി തീർന്നു, എങ്ങനെ ഇതുകൊണ്ട് കഴിയും? നമുക്ക് ആവശ്യവും അനുസരിച്ച് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടും നിലനിൽക്കാൻ കഴിയാത്ത ലോകത്ത് എങ്ങനെ ഒരാളെ കൊണ്ടിത് പറ്റും എന്നതാണ് ജനങ്ങൾ അന്വേഷിച്ചത്. അവിടെയാണ് നവോത്ഥാനത്തിൻ്റെ ആരംഭം. അപ്പോൾ അള്ളാഹു മനുഷ്യകുലത്തിന് മാർഗദർശനമായി ഈ വിശ്വാസത്തെ ബോധ്യപ്പെടുത്തി. സ്വാഭാവികമായും അതിൻ്റെ എതിർപ്പുകൾ കഠിനമാകുമ്പോൾ ശത്രുതയാണല്ലോ രൂപപ്പെടുക. ശത്രുവിനെ ഏതു വിധേനയും വകവരുത്തണം. അതായിരുന്നു മക്കയിൽ 13 വർഷക്കാലത്തെ പ്രയത്നം. പിന്നെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് മദീനയിലെത്തി. അവിടെയും അവർക്ക് സ്വൈര്യം നൽകിയില്ല. അപ്പോൾ 14 വർഷം വിവരണാതീതമായ അനുഭവങ്ങൾ സഹിച്ച സഹാബികൾ, അവരോടൊപ്പം എല്ലാം കണ്ടും കേട്ടും സാക്ഷ്യം വഹിച്ചും നിന്ന അള്ളാഹുവിൻ്റെ റസൂൽ, അവർ ഒരു തീരുമാനമെടുത്തു. ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. രണ്ടാലൊന്നേ നമുക്ക് മുൻപിൽ വഴിയുള്ളൂ. അത് സഹാബികളുടെ മനസ്സും അവരുടെ പ്രവൃത്തിയും സൂറത്ത് അഹ്സാബിൽ വിവരിച്ചിട്ടുണ്ട്. ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 317 സഹാബികൾ സന്നദ്ധരായി. അതിൽ പലർക്കും നിവർന്നു നിൽക്കാൻ പോലും വയ്യാത്തവരുണ്ട്, ആരോഗ്യമൊന്നുമില്ല.
10-12 ദിവസം മക്കയിൽ നിന്ന് നടന്നിട്ടാണ് മദീനയിൽ വന്നത്. അവർ കാലാവസ്ഥയുടെ വ്യത്യാസത്തിൽ പനി ബാധിക്കാത്ത ആരുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പാടുക പോലും ചെയ്തു. ഞാൻ അങ്ങോട്ട് പോവുകയല്ല. ഏതാണ്ട് സിംഹഭാഗവും രോഗികളായി, ഭക്ഷണമില്ലാത്തവരാണ്, വസ്ത്രമില്ല, ഒന്നുമില്ല. വീടുകളുടെ ആയിട്ട് വേണ്ട ഇതെല്ലാം ഉണ്ടാകാൻ. അതിൽ 200-ൽ താഴെ സഹാബികളാണ് മക്കയിൽ നിന്ന് വന്നവർ. അതിൽ ഒരു 160-ലധികം ആളുകളും മദീന പള്ളിയുടെ അരികിലുണ്ടാക്കിയ വരാന്തയിൽ ജീവിച്ചു മരണം വരെ. ഒന്നുമില്ല. ഒരുപാട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസിയ് മനഃപ്പാഠമില്ലാത്ത മുസ്ലിമുകളാരുമില്ല. വെറുതെ നിങ്ങളൊന്ന് ഒരു 10 പ്രാവശ്യം ആവർത്തിച്ചതിൻ്റെ അർത്ഥം എന്ന് പറയണം എന്ന് എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തെ എങ്ങനെയാണത് സ്വാധീനിക്കുക എന്ന് മനസ്സിലാവും. ആ സഹാബികളാണ് നബിയുടെ ഏറ്റവും വലിയ കരുതൽ. നമ്മളങ്ങോട്ട് വരികയാണ്. അവരെയും കൊണ്ട് പുറപ്പെട്ടു. ബാക്കി ഒരു വ്യവസ്ഥയും കരാറിൻ്റെയും അടിസ്ഥാനത്തിൽ എന്ത് ത്യാഗം ചെയ്തു മുഹമ്മദ് നബിയെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബുമായി നടന്ന സന്ധിയിൽ എഴുതി കൊടുത്ത് കരാർ ഒപ്പിട്ടിട്ടാണ് നബിയെ മദീനയിലേക്ക് ക്ഷണിച്ചത്. 2 ഗോത്രവർഗം, ഔസ്, ഹസ്റജ്. അപ്പോൾ ഇവരോടൊപ്പം അവർ മുൻപിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ശക്തിയായി. ആകെ 317 പേര്. അവരുടെ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് മദീനയിൽ ബദർ താഴ്വരയിൽ നബി ആദ്യം നിന്ന സ്ഥലത്തല്ല, പിന്നെ സഹാബികളാണിത് തിരുത്തുന്നത്. എന്ന് പറഞ്ഞാൽ നബിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് തിരഞ്ഞെടുത്ത സ്ഥലമാണെങ്കിൽ ഇത് മതി, അല്ലെങ്കിൽ യുദ്ധതന്ത്രം എന്ന നിലയിൽ ഇവിടെയല്ല, നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നിൽക്കണം. ബദർ കണ്ടവർക്ക് വെറുതെ ഇങ്ങനെ കണ്ടാലൊന്നും മനസ്സിലാവില്ല. ശരിക്കൊരു 1-2 മണിക്കൂറൊക്കെ നിന്ന് പരിസര വീക്ഷണം നടത്തിയാൽ ബദറിൻ്റെ പൊസിഷനും സ്ഥാനവും സഹാബികളെ നിർത്തിയതൊക്കെ നമുക്ക് മനസ്സിലാവും. നമുക്ക് കാണാൻ പറ്റുമെന്നർത്ഥം. അത് ആ ഒരു ആത്മീയതയിൽ വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. നബി അവരുടെ അഭിപ്രായം സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങി. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഇനി എന്താ ചെയ്യുക? ഇത്രയും കാലം വെറുതെ നിന്നു കൊണ്ടവരാണ്. എന്ന് പറഞ്ഞാൽ തലകറങ്ങി വീണവർ, ചില ക്രൂരതകൾ കണ്ടിട്ട് ഓർമ്മ നഷ്ടപ്പെട്ടു പോയവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2 ഒട്ടകത്തെ 2 ഭാഗത്തേക്ക് നിർത്തുക, മുഖം 2 ഭാഗത്തേക്ക്. അതിനിടയിലൊരു മനുഷ്യനെ തലകീഴായി കെട്ടി തൂക്കിയിടുക. എന്നിട്ട് 2 ഒട്ടകത്തിൻ്റെയും മുൻപിൽ ആരവോ ശബ്ദം ഉണ്ടാക്കുക. ബഹളി പിടിച്ചിട്ട് ഒട്ടകം ഓടും. അപ്പോൾ ഈ ആൾ 2ആയി ഇങ്ങനെ പിളർന്ന് കീറി വീഴുന്നത് കാണുമ്പോൾ കൂക്ക് വിളിക്കും. അത്ര ക്രൂരം. ബിലാൽ റളിയല്ലാഹു അൻഹു, ആ കഥയും ചരിത്രവും നമ്മൾ ആവർത്തിക്കണ്ട. മഹാനായ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു, ഉമർ മിക്ക ദിവസവും അദ്ദേഹത്തെ തൻ്റെ അരികിൽ കൊണ്ടുവരും. എന്നിട്ട് മുതുകിൽ തലോടും. കമ്പി പഴിപ്പിച്ച് വച്ചിട്ട് എല്ലിൽ ചെന്നുകൊണ്ട് അവിടെ നിന്നുണ്ടായ വെള്ളത്തിൻ്റെ ഒഴുക്കിലാണ് ആ കമ്പിയുടെ ചൂട് മാറിയത്. മരിക്കുന്നതുവരെയും വലിയൊരു തോടായിട്ട് അവശേഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പുറം. അതിങ്ങനെ തടയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമർ ആകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്ലാമിന് വേണ്ടിയുള്ള ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് തോന്നും. അതാണ് ആയത്തുൽ കുർസി ഞാൻ പറഞ്ഞത്. അങ്ങനെ അനുഭവിച്ച സഹാബികളാണ് ഇപ്പം നബിയുടെ കൂടെയുള്ളത്. അപ്പോൾ പ്രവാചകൻ രക്ഷയുടെ കവചവും മാർഗവും പ്രതീക്ഷയും സ്ഥാനവും ഒന്നേ ഉള്ളൂ, അത് ദുആയാണ്. ഇന്നലെ ഞാനതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. നബി ബദറിൻ്റെ വെറും മണപ്പരപ്പാണ്. ആ മണൽപ്പരപ്പിൽ അള്ളാഹുവിൻ്റെ റസൂല് സുജൂദിലാണ്. നബി അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലക് ഹാദിഹിൽ ഉസാബ ലൻ തുഅബദ് അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ വഹുഫാത്തുൻ
വ ജിയാഉൻ. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഷ്ബിഉ. അല്ലാഹുവേ, ഇവര് വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് നിവർന്നു നിൽക്കാൻ പറ്റാത്തവരാണ്, നീ ഇവർക്ക് ഭക്ഷണം നൽകണം എന്ന് പറഞ്ഞാൽ ഒരു സ്വയം പര്യാപ്തത നൽകണം. അതിലേക്കൊക്കെ അവർ വന്നു. പിന്നീട് വന്നത് സമ്പത്ത് വർദ്ധിപ്പിച്ചിട്ടല്ല, അള്ളാഹു തങ്ങൾക്ക് ഒരുക്കി വച്ചതിൽ തൃപ്തി അടഞ്ഞു. വലൗ അന്നഹും റളൂ മാ ആതാഹുമുല്ലാഹു വറസൂലുഹു വഖാലു ഹസ്ബുനല്ലാഹ്. ഇത് നമുക്ക് പറയാൻ കഴിയാത്തൊരു വാക്കായി പറയണേ. മുസ്ലിമീങ്ങൾക്ക് ഇപ്പോഴും ഇത് പറയാറായിട്ടില്ല കേട്ടോ. അവർ തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ, അവർ സമ്പൂർണ്ണ മനസംതൃപ്തി അടഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹുവും അവൻ്റെ റസൂലും കൊണ്ടുവന്നതിൽ, വഖാലു ഹസ്ബുനല്ലാഹ്, എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹു മതി, വേറൊന്നും വേണ്ടെന്ന്, ഞങ്ങൾക്ക് അള്ളാഹു മതി. സയുതീനല്ലാഹു മിൻ ഫളിലിഹി, അള്ളാഹു അവൻ്റെ ഫളില് ഞങ്ങൾക്ക് തരും. ഫളിലെന്ന് ഖുർആൻ ഉപയോഗിച്ച 90% ഭാഗങ്ങളും സമ്പത്തിനെ കുറിച്ചാണ് ഉപയോഗിച്ചത്. മനുഷ്യൻ്റെ നിലനിൽപ്പായ സമ്പത്ത് പടച്ചവൻ ഞങ്ങൾക്കത് നൽകും. അള്ളാഹുവിൻ്റെ റസൂൽ അതിൻ്റെ വഴികൾ കൊണ്ടുവന്ന് തരും. ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്ന് പറയുന്ന സ്വഹാബിമാർ സംതൃപ്തരാണ്. നബിയുടെ പ്രാർത്ഥന, ഇവർ വിശന്ന് വയറൊട്ടി നിവർന്നു നിൽക്കാൻ പറ്റാത്തവർ. അപ്പോഴാണ് മുണ്ട് മുറുക്കി കൊടുത്തതും വലിയ കയറ് കെട്ടിയതും ഒക്കെ അവിടെ വച്ചാണ്. ഉഹദിലും ഖന്തക്കിലും നമ്മളത് കണ്ടതാണ്, പാറക്കല്ലൊക്കെ വെച്ചത്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു, പടച്ചവനെ, ഇവർക്ക് നീ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വയറ് നിറച്ച് നൽകണം. ഭക്ഷണം ഇന്ന് മുസ്ലിമീങ്ങൾക്കതിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം തിരിയാതെ പോയിട്ടുണ്ടോ എന്നറിയില്ല. ഒരു നേരം വയറ് നിറച്ച് സുഭിക്ഷമായി എന്ന് പറയാം, അതിരുചിയോടെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഒരു 50 കൊല്ലം മുൻപ് ഇന്ത്യക്കാരായ മുഴുവൻ ജനങ്ങളും. ഇപ്പോൾ വന്നപ്പം ഒരു നേരത്തെ സുഭിക്ഷ ഭക്ഷണവും രുചിയേറിയതുമല്ല, വിഭവസമൃദ്ധം, വ്യത്യസ്തതകൾ നിറഞ്ഞത്, നിറങ്ങൾ നിറഞ്ഞത്, എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എവിടെയൊക്കെയാണ് വെറൈറ്റി ഉള്ളത് എന്ന് അന്വേഷിച്ച് സമയം ചെലവഴിച്ച് പണം ചെലവഴിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപിലാണ് ഈ ബദറിൻ്റെ ആദ്യ പാഠം പറഞ്ഞത്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്, നമുക്ക് അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാനുള്ള യോഗ്യത പോലും നമ്മൾ നേടിയിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, ആരെയും കുറ്റപ്പെടുത്തിയതല്ലാതെ. ഇവർ പാദരക്ഷയില്ലാത്തവരെന്നാണ് സാധാരണ പറയുക, വാഹനമില്ലാത്തവരെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പാദരക്ഷയില്ലെങ്കിലും കുഴപ്പമില്ല, ഏതർത്ഥത്തിലായാലും ഇവർക്കതിന് സൗകര്യം ചെയ്യണം. വസ്ത്രമില്ലാത്തവരാണ്, ആ വസ്ത്രം നീ നൽകണം. കാരണം 15ഉം 20ഉം കഷണങ്ങളൊക്കെ വച്ച് തയ്ച്ച വസ്ത്രം ധരിച്ച ഒന്നാമത്തെ ലോകത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. 1, 2, 10 കഷണമൊന്നും അല്ല കേട്ടോ. ഒരു രാജ്യത്തിൻ്റെ ഭരണാധിപൻ്റെ വേഷമാണ് ഞാൻ ഈ പറഞ്ഞത്. അത്ര അള്ളാഹുവിൽ തൃപ്തി അടഞ്ഞ സഹാബിമാർ യുദ്ധം തുടങ്ങി. ഒരു സംഭവം പറയുന്നു, വാളൊടിഞ്ഞു പോയിട്ട് കയ്യിൽ നിന്ന് ദൂരെ പോയി. ഉക്കാഷ റളിയല്ലാഹു അൻഹു അസ്ഹാബുൽ ബദരിയീൻ്റെ വലിയ ഒരാളാണത്. നബിയുടെ അടുത്ത് വന്ന് സങ്കടപ്പെട്ടു. നബി ഇരിക്കുന്ന ഹൈമയുടെ അരിയിൽ വന്ന് നബിയുടെ മുൻപിൽ കയ്യിൽ കിട്ടിയത് ഒരു ഈത്തപ്പനയുടെ മടലാണ്, ചെറിയ മടൽ. അതെടുത്തു കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹം ആ യുദ്ധത്തിൻ്റെ അവസാനം വരെയും യുദ്ധം ചെയ്തു. അത് വാളായി മാറി. ഇനി അത് ആ സമയത്ത് മാത്രമല്ല, ഉക്കാഷയുടെ മരണം വരെയും ആ വാള് സൂക്ഷിച്ചിരുന്നു. അതാണ് മുഅ്ജിസത്ത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കൊടുത്ത ആളും വാങ്ങിയ ആളുമാണ് അവിടുത്തെ ഔന്നത്യം നിറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂലാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ആയുധം വേണം, അല്ലാതെ പ്രതിരോധിക്കാൻ കഴിയില്ല.
അങ്ങനെ പ്രതിരോധമുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമ അതാണ് ഏറ്റവും ഉയരത്തിലുള്ളത്. അതാണ് ഏറ്റവും ഉയരത്തിലുള്ളത്. ഞാനൊരു ചെറിയ വാക്ക് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നൊരു ഹദീസ് പറയാം. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചത്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളുടെ മുകളിലാണ് പടുത്തുയർത്തപ്പെട്ടത്, കെട്ടിയുണ്ടാക്കിയത്, സ്ഥാപിച്ചത്. 5 കാര്യം എല്ലാവർക്കും അറിയാം. ഷഹാദത്താണ്, നമസ്കാരമാണ്, സക്കാത്താണ്, നോമ്പാണ്, ഹജ്ജാണ്. നമ്മൾ ഇസ്ലാമിനെ അതിനകത്താക്കാൻ ശ്രമിക്കുകയാണ്. വ്യത്യാസം എത്ര മാത്രമേ ഉള്ളൂ. ഈ 5ൻ്റെ മുകളിലാണ് ഇസ്ലാമിനെ അള്ളാഹു വ്യവസ്ഥ ചെയ്തതെന്ന്. അതിൻ്റെ മുകളിലാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയത്. നമ്മൾ ആ കെട്ടിടം പൊളിച്ച് കളഞ്ഞിട്ട് ഇതിനകത്ത് എങ്ങനെ ഇത് ഒതുക്കി തീർക്കാമെന്ന് ഓർത്ത് നടക്കണത്. അതുകൊണ്ടാണ് ഈ ഇബാദത്തിലും അമലിലും ഇത്ര വലിയ നോട്ടവും തിരുത്തലും ആക്ഷേപവും കുറ്റപ്പെടുത്തലൊക്കെ വരാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ഹദീസ് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. അത് അപ്പോൾ അള്ളാഹു അവരെ സഹായിച്ചു. അത് ഖുർആനിൽ പിന്നീട് വന്നു, 2-3 സ്ഥലത്ത് ആവർത്തിച്ചത്. നിങ്ങളെ നാം സഹായിച്ചത് നിങ്ങൾക്ക് ബോധ്യം വന്നതല്ലേ. അത് സ്വഹാബിമാർ പിന്നെ മരണകാലം വരെയും പറയുമായിരുന്നു, ഞങ്ങളുടെയൊന്നും പ്രതിരോധത്തിൽ പ്രത്യാക്രമണത്തിലല്ല അവരൊന്നും മരിച്ചത്. ഞങ്ങളുടെ ആയിരുന്നെങ്കിൽ ശരീരത്തിൽ മുറിവുണ്ടാവും, ആ മുറിവിൽ രക്തം കിനിയുമായിരുന്നു. ഇതെല്ലാവരുടെയും മുറിവുകൾ ഉണങ്ങിക്കരിഞ്ഞിരുന്നു, കറുത്ത നിറമായിരുന്നു. മലക്കുകളുടെ വെട്ടേറ്റത് അങ്ങനെയാണ്. ഒമാൻ മിൻ ബഅദിഹി, പിന്നീട് നാം അങ്ങനെ മലക്കുകളെ നിയോഗിക്കുന്ന രീതി ഉണ്ടായില്ല. മിൻ ജുൻദിൻ മിനസ്സമായി, സൂറത്ത് യാസീൻ. അള്ളാഹുവിൻ്റെ ഒരു വലിയ സഹായം ലഭിച്ച ഒരു ദിവസമാണ്. അവരെ ഇത്ര വലിയൊരു ദൃഢനിശ്ചയത്തിൽ ഈമാനിലെത്തിച്ച ഒരു വല്ലാത്ത വാചകമാണ് ആയത്തുൽ കുർസി. വിശ്വാസികളെ, മുസ്ലിം ലോകത്തെ, മനുഷ്യകുലത്തെ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല, അല്ലാഹു മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന നമ്മുടെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി തലമുറകളായി നമ്മൾ സ്ഥാപിച്ച് ആരാധിച്ച് പൂജിച്ചു വന്നിരുന്നതൊന്നും ഇലാഹല്ല. എല്ലാത്തിനെയും ഒഴിവാക്കുന്നു. എല്ലാം അല്ലാഹു മാത്രമേ ഉള്ളൂ ഇലാഹ്. അവനെ സൃഷ്ടികൾക്ക് കാണാൻ കഴിയില്ല, പക്ഷേ അനുഭവിക്കാൻ കഴിയും. അള്ളാഹുവിനെ ഓരോ വിശ്വാസിക്കും മധുരമായ നിലയിൽ അനുഭവിക്കാൻ കഴിയും. ഇത്രയും വലിയ നിർഭയത്വം നൽകുന്ന ഒന്നില്ല. അത് ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ വന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ദാക്ക തൊഴുമൽ ഈമാൻ, ഈമാനിന് ഒരു രുചിയുണ്ട്, അതൊരാൾ അനുഭവിച്ചു. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവർ രക്ഷകനായി. അങ്ങനെ നമുക്കില്ലല്ലോ. ലോകത്ത് മതവിശ്വാസികൾക്ക് സർവേശ്വരനിൽ, ദൈവത്തിൽ, അള്ളാഹുവിൽ പൂർണ്ണ തൃപ്തിയില്ലാത്തത് കൊണ്ടാണ് അവന് വെളിയിലുള്ള കേന്ദ്രങ്ങളെ തേടിപ്പോകുന്നത്. ഈ റമദാൻ 17 കഴിഞ്ഞാൽ കേരളത്തിൽ മുസ്ലിം പള്ളികളിൽ നിന്ന് ബസ്സുകളിൽ, ടൂറിസ്റ്റ് ബസ്സുകളിലാണ് സിയാറത്ത് യാത്രയ്ക്ക് പോണത്. നിധി കൂടുതൽ ഉദാഹരണം പറയണ്ടല്ലോ. അള്ളാഹു റബ്ബാണ് എന്ന് പൂർണ്ണ തൃപ്തി മനസ്സിലില്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവിനപ്പുറം ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും രക്ഷയ്ക്കും അത് ചോദിച്ചും തേടിയും അള്ളാഹു അല്ലാത്ത കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്. എന്താ അള്ളാഹു മാത്രം ഇത്ര ഒരു പ്രാധാന്യം വന്നത്? വിശ്വാസത്തിൻ്റെ രുചിയുടെ അടിത്തറയാണത്. അൽ ഹയ്യു അൽ ഖയ്യൂം, അവൻ സജീവൻ, എന്നെന്നും നിയന്ത്രിക്കുന്നവൻ, എല്ലാ സമയവും നിയന്ത്രണം അവനിലാണ്, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അവന് ഉറക്കമില്ല, മയക്കമില്ല, പ്രായാധിക്യമില്ല. എത്ര വലിയൊരു വാക്കാന്നറിയോ അത്? അദ്ദേഹം ഇങ്ങേ അറ്റത്ത് ഒരു മലയാളത്തിലൊരു കവിതയുണ്ട്. ഇത് പറയണത് എന്തിനാന്ന് ചോദിച്ചാൽ എളുപ്പം ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാണപ്പെടില്ല കാണും തിറമുടതിന് കണ്ണില്ല. നമ്മുടെ കണ്ണുകൊണ്ട് ആ കണ്ണ് കാണാൻ കഴിയില്ലല്ലോ. കയ്യില്ല കാലില്ല ആണില്ലാതെ മറ്റില്ല, അണുവും അളവുമില്ല, ആദ്യമില്ല, അന്തമില്ല.
സ്ഥൂലപ്രായം ചെറുതു പറയുവാനില്ല, മറ്റൊന്നു മല്ലീ കാണും ബ്രഹ്മാണ്ട നടന കപടശാലിയാണെൻ്റെ ദൈവം. ഒരു സന്ധ്യയിലുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മുടെ മഗ്‌രിബ് നമസ്കാരത്തിന് പകരമുള്ളത്. നമ്മൾ മഗ്‌രിബ് നമസ്കരിക്കും, അവർ ഈ പ്രാർത്ഥനയില്ലും. അപ്പം അവർക്ക് ബോധ്യം വരികയാണ് എൻ്റെ ദൈവം ആരാണെന്ന്. ലം യക്കുൽ ലഹു കുഫുവൻ അഹദ്, ഈ ഒരു വാക്കിൻ്റെ വിശദീകരണമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. മൂസയോട് അള്ളാഹു പറഞ്ഞല്ലോ, ലാ തുദ്രിക്കുൽ അബ്സാർ ഹുവ യുദ്രിക്കുൽ അബ്സാർ ഹുവൽ ലത്തീഫുൽ ഖബീർ. ഓരോ വാക്കുകളും വലിയ അർത്ഥമുള്ളതാണ്. അള്ളാഹു എന്നെന്നുമുണ്ട്, ഉറക്കമില്ല, മയക്കമില്ല, പ്രായാധിക്യമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല, ഓർമ്മക്കുറവില്ല. നമ്മൾ മുകളിലേക്ക് പോകുമ്പം ഓർമ്മക്കുറവ് വരും, അതാണ് അതിൻ്റെ ഒന്നാമത്തെ തുടക്കം. നമുക്ക് വയസ്സായി വരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് അതാണ്. ഒമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ് അഫലാ തഅഖിലൂൻ. അവസാനത്തെ ചോദ്യം ഉണ്ട്, ഒരു 1.5 ചോദ്യം. അത് നിങ്ങൾക്കിങ്ങനെ പ്രായം തരുകയല്ലേ, അപ്പോൾ നിങ്ങളുടെ സൃഷ്ടിപ്പിൽ നേരെ തലകീഴായി കൊണ്ടുവരും നിങ്ങളെ. നിങ്ങൾക്ക് 3ഉം 4ഉം വയസ്സിലൊക്കെ നിങ്ങൾക്ക് എന്തു വലിയ ശക്തിയായിരുന്നു കണ്ടത് മനസ്സിലാക്കാൻ, പിടിച്ചെടുക്കാൻ, ഉൾക്കൊള്ളാൻ, ഓർമ്മയിൽ നിലനിർത്താൻ. സംസാരം തുടങ്ങിയത് മുതൽ പിന്നെ അങ്ങോട്ട് ഡെവലപ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പ്രായമാകുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല, പലതും മറന്നു പോകും. ഇപ്പോൾ ഫോൺ നമ്പർ മറന്നുകൊണ്ടിരിക്കണല്ലേ, ആളുകളെ കാണുമ്പോഴും മറക്കും, വീട് മറക്കും, വഴി മറക്കും, അങ്ങനെ പലതും. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്കിതെന്താ ചിന്തിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ലേ? ഖുർആൻ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പ്രായാധിക്യം വരലില്ല. അവനിങ്ങനെ പ്രായം വന്നാലാണല്ലോ ഈ മറവി വരിക, അതില്ലാന്ന്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വൽ അർള്. പ്രപഞ്ചം അവൻ്റേതാണ്, നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായ പ്രപഞ്ചം. ബഷീർ ഉപയോഗിച്ച ഭാഷ അതിനെ ബ്രഹ്മാണ്ഡം എന്നാണ്. ഈ മഹാബ്രഹ്മാണ്ഡം അത് മുഴുവൻ അവൻ്റേതാണ്. ബ്രഹ്മാണ്ഡത്തിൻ്റെ 1/3 ഭാഗം പോലും കണ്ടെത്തിയിട്ടില്ല എന്ന് 21-ാം നൂറ്റാണ്ടിലും ശാസ്ത്രലോകം. അത്രയും വലുതാണ് ഈ ലോകം. നമ്മളിപ്പോഴും അതിൻ്റെ 1/3 പോലും കണ്ടെത്തിയിട്ടില്ല എന്നാണ്. ഒരു നല്ല പുസ്തകം ഉണ്ടായിരുന്നു, പ്രപഞ്ചത്തിൽ നാം തനിച്ചാണോ, കുറേ കാലങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ചതാണ്. അതിലെ മുഖപുരയിലെ ഒരു വാചകമുണ്ട്, ഇത് പ്രസ്സിലേക്ക് പോകുന്നു. മഷി പുരണ്ട് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ ഈ മഹാ അണ്ഡകടാഹം എത്രയോ വലുതായി വികസിച്ചിട്ടുണ്ടാകും. ഇത് ഇന്ന് വരെയുള്ളൊരു വിവരമാണ്. അതങ്ങനെ പറയണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ കടലാണ് അറിവ് എന്ന് മനസ്സിലാകുന്നവർക്കേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞല്ലോ, നിന്റെ കപ്പലിൻ്റെ അരികിലിരിക്കുന്ന ഒരു കുരുവി വന്നിട്ട് അതിൻ്റെ കൊക്കിനൊരു അല്പം വെള്ളം എടുക്കും, എന്നിട്ട് പറന്നു പോവും. നീ ഇത് കണ്ടോ? കണ്ടു. എന്ത് മനസ്സിലായി? അത് വെള്ളം കുടിച്ചു, ദാഹം തീർന്നു പോയി. കടലിലെ വെള്ളം പറ്റിയോ? ഇല്ല. മുഹമ്മദ് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, ഈ കാണുന്ന മുഴുവൻ വൃക്ഷങ്ങളും പേനയാവുക, എന്നിട്ട് ഈ കടലെല്ലാം മഷിയാവുക. ലൗകാനൽ ബഹറു മിദാദൻ ലികലിമാത്തി റബ്ബി, എന്നിട്ട് അള്ളാഹുവിൻ്റെ കലിമത്തുകൾ എഴുതുക, വിവരിക്കുക. നഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി. അള്ളാഹുവിൻ്റെ ഈ വചനം വിവരിക്കുമ്പോൾ കടൽ പോലും ആ മഷി പറ്റിപ്പോവും, ഇത് ബാക്കി കിടക്കും. പിന്നെ ഇതെല്ലാ ദിവസവും ഓതുന്നതാണ് ഈ ആയത്ത്. അത്രയും വലുതാണ് ഈ മഹാപ്രപഞ്ചം. അവൻ്റേതാണ്. അവൻ സൃഷ്ടിച്ചു, അവൻ സംരക്ഷിക്കുന്നു, അവൻ പരിപാലിക്കുന്നു, അവൻ ചലിപ്പിക്കുന്നു, അവൻ നിയന്ത്രിക്കുന്നു, അവൻ തീരുമാനമെടുക്കുന്നു. വേറെ ആർക്കും ഇതിൽ അവകാശമില്ല. അതെവിടെയാണ് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലാഹു, അവന് മാത്രമേ അവകാശമുള്ളൂ. എങ്കിൽ പിന്നെ വേറെ ആരോടെങ്കിലും പറയണോ എനിക്ക് സുഖമില്ല, എൻ്റെ രോഗം മാറ്റിത്തരണം എന്ന് പറയാൻ നമ്മൾ അജ്മീർ വരെ നടക്കണോ? എനിക്ക് മക്കളില്ല, ഒരു കുട്ടിയെ വേണം. അജ്മീർ മക്കാമിൻ്റെ 2 സൈഡിൽ 2 വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ആൺകുട്ടി വേണ്ടവർ ഈ ദുആ ചെയ്യണം, പെൺകുട്ടി വേണ്ടവർ ഈ ദുആ ചെയ്യണം. ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അജ്മീർ ഖബറിൻ്റെ 2 ഭിത്തിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്.
ഒന്നിനും ഒരു ഉടമസ്ഥതയെ ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് ഖുർആൻ ചോദിച്ച് ഫൈനത്തത് ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടാണ് ഇനി പോവുക? അതാണ് ബദറിൻ്റെ ആദ്യത്തെ വിഷയം. ഞാൻ സൂചിപ്പിച്ചത് ഈ പ്രപഞ്ചം അവൻ്റേതാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അല്ലാഹുവിൻ്റെ അനുമതി ഇല്ലാതെ ആർക്കാണ് അവിടെ ശുപാർശയുടെ വാക്ക് പറയാൻ പറ്റുക? നബിക്ക് അനുമതി കിട്ടുന്നത് എത്രയോ കൊല്ലങ്ങൾ സുജൂദിൽ കിടക്കുമ്പോഴാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നൊരു ഹദീസ്, അങ്ങനെ സുജൂദിലായിരിക്കുമ്പോൾ അള്ളാഹു വിളിക്കും, യാ മുഹമ്മദ് ഇർഫഅ് റഅസക യശ്ഫഅ് തുശഫഅ്. മുഹമ്മദേ, നീ തല ഉയർത്തുക, നീ ശുപാർശ ചെയ്യുക, നിന്റെ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും. അതെത്രയോ കാലങ്ങൾ സുജൂദിൽ കിടക്കുമ്പോഴാണ്. നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ വലിയും കുത്തുബും എല്ലാവരും നമുക്ക് ഷഫാഅത്ത് ചെയ്യുമെന്നാണ്. അവരുടെ കാര്യം പരുങ്ങലിലാണ്. ഇത് ആർക്കാ മനസ്സിലാകാത്തത്? ഖബറിൽ പോലും അവരുടെ പേര് എഴുതിയിട്ട് കുപ്പിയിൽ നിറച്ച് ഒരു കോലി കുത്തിയിട്ട് സൈഡിൽ കുത്തി വയ്ക്കും. കാരണം അല്ലെങ്കിൽ ഈ ജഡം അഴുകിയിട്ട് നജസാകരുതല്ലോ അതേൽ. ഇതെന്തിനു വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ മലക്കുകൾ വരുമ്പോൾ ഇത് നമ്മുടെ ഇന്ന ആളുടെ മുരീദാണെന്നറിയാനാണ്. ഇത്രയും വലിയ വിവരക്കേടുണ്ടോ? ഒരു 60% ലോക മുസ്ലിമീങ്ങൾ ഏതെങ്കിലും ഒരു തരീഖത്തിൻ്റെ പിന്നാലെയാണ്. ഖുർആനും സുന്നത്തും അവർക്ക് വേണ്ട, നബിയും സഹാബികളും വേണ്ട, മദ്ഹബിൻ്റെ ഇമാമുകൾ വേണ്ട, ഏതോ ആളുകളുടെ പിന്നാലെയാണ് അവരൊക്കെ. തീജാരി തരീഖത്ത്, ഖാദിരിയ, റിഫാഴിയ, നക്ഷബന്ദിയ, ഐദറൂസിയ, ഷത്താരിയ, അത്താരിയ, മാവർദിയ, ഇങ്ങനെ ലോകത്ത് മുസ്ലിം മനസ്സുകളെ സ്വാധീനിച്ച് പിടിച്ച് വലയം ചെയ്ത് നിർത്തിയിരിക്കുകയാണ് തരീഖത്തുകാർ. എന്തൊരു വലിയ അത്ഭുതം, വിരോധാഭാസം. ഇത്രയും വലിയ വെളിച്ചമുള്ളൊരു കിതാബ് റമളാനിൽ നൽകി. എന്നിട്ട് ആ റമളാനിൽ അള്ളാഹു നബിയോട് പറഞ്ഞു, നീ ഇത് ഓതാൻ പറഞ്ഞു. എല്ലാ റമളാനിലും സഹാബികളോട് പറഞ്ഞു, അനുയായികളോട് പറഞ്ഞു, മുസ്ലിം ലോകത്തോട് പറഞ്ഞു, നിങ്ങളിത് വായിക്കണം. നിങ്ങളുടെ മനസ്സ് വെളിച്ചം നിറയും. വെളിച്ചം ഉണ്ടായാൽ നിങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ല, നിങ്ങളെ ആർക്കും കെട്ടിയൊലിക്കാൻ കഴിയില്ല, നിങ്ങളെ അടിമപ്പെടുത്താൻ കഴിയില്ല, മാനസികാടിമത്യപ്പെടുത്താൻ കഴിയില്ല. എല്ലാ വിശ്വാസവും അന്ധവിശ്വാസം നിലകൊള്ളുന്നതും ഉടലെടുക്കുന്നതും അതിൻ്റെ അനുയായികളെ നിലനിർത്തുന്നതും അവ്യക്തതകളിൽ ഭയം ജനിപ്പിച്ചിട്ടാണ്. അത് അരണ്ട വെളിച്ചായിരിക്കും. അവിടെ നിങ്ങളുടെ മനസ്സിൽ അരണ്ട വെളിച്ചാണ്, നിങ്ങൾക്ക് പേടിയുണ്ടാക്കും. അങ്ങനെ പേടിയുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നിങ്ങൾ തളരും, നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കാര്യക്ഷമമാകാതെ വരും. അതുകൊണ്ടാണ് വലിയ വലിയ ഡോക്ടറേറ്റ് നേടിയവർ, വലിയ മീമാംസകർ, ബുദ്ധിമാന്മാർ, ചിന്തകർ, അങ്ങനെയുള്ള ആളുകളാണ് സിംഹഭാഗവും അന്ധവിശ്വാസത്തിൻ്റെ പിന്നിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, പാവപ്പെട്ടവരൊന്നുമല്ല. വൈകുന്നേരം അത്താഴത്തിന് വകയില്ലാതെ കിടക്കുന്ന ഒരാളും അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടിട്ട് പോകുന്നവരല്ല. മറ്റതല്ല, അത് തുണിയില്ലാത്ത ആളുടെ കാലേ പോയി വീഴും. തുണി എത്ര ഇല്ലാണ്ടിരിക്കണോ അത്രയും ആൾക്കാർക്ക് ആളെ കിട്ടും. അതാണ് അതിൻ്റെ വേറെ പ്രത്യേകത. ഇതൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും. നിങ്ങളുടെ പൂർവ്വകാലവും അറിയാം, ഇനി വരാനുള്ള കാര്യം അറിയാം. ആർക്കെങ്കിലും അറിയോ ലോകത്ത്? നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളറിയോ? ഭാര്യയെ നിങ്ങൾക്കറിയോ? നിങ്ങളുടെ മക്കളെ അറിയോ? മാതാപിതാക്കളെ അറിയോ? അയൽവാസിയെ അറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യനെ അറിയോ ഇല്ലയോ? നിങ്ങളുടെ ഒരു വാർഡിൽ എത്ര ആളുകൾ ജീവിക്കുന്നു അതറിയോ? എണ്ണം പറഞ്ഞിട്ട് എന്താ കഥ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈ പിടിച്ച് ഞങ്ങൾ ബയ്യത്ത് ചെയ്തു. അലാ ഇഖാമിസ് സ്വലാത്ത്, ഇത് ഞങ്ങൾ ഈ ബയ്യത്ത് ചെയ്തു. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ലാ നുശ്രിക് ബിഹി ഷൈഅൻ, അള്ളാഹുവിൽ ഒന്നിനെയും ഞങ്ങൾ പങ്കുചേർക്കില്ല. ഞങ്ങളുടെ ദൃഢപ്രതിജ്ഞയാണ്. അത് രക്തം കൊണ്ടുവരെയും പ്രതിജ്ഞ എടുത്ത സന്ദർഭങ്ങളുണ്ട്. ഞങ്ങൾ നമസ്കാരം നിലനിർത്തും, ഞങ്ങൾ സക്കാത്ത് കൊടുക്കും. വന്നുസുഹ ലിക്കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിങ്ങളോടും ഗുണകാംക്ഷ വെച്ച് പുലർത്തും. അത് ഒരു ഖുത്ബ തന്നെ വേണം ആ ഒരു വാക്ക് പറയാൻ. അതിന് മാത്രം വലുതാണ്. കാരണം നമുക്കിത് മറന്നുപോയ ഹദീസുകൾ അതല്ല.
മുസ്ലിമുകൾ പരസ്പരം കാണുമ്പം നമുക്കവരെ ശരിയാക്കി എടുക്കണമെന്നുള്ള ചിന്തയായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെയുള്ളവരോടാണ് ഈ ഹദീദ് പറയണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വലിയ വിരോധാഭാസം. അനസ് റളിയല്ലാഹു പറഞ്ഞു വരുമ്പോൾ സമയം വർദ്ധിക്കും, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ മുസ്ലിമുകളോടും ഗുണകാംക്ഷ വച്ച് പുലർത്തണം. അവർ നന്നാകട്ടെ, സന്തോഷമാകട്ടെ, ജീവിതത്തിൽ വിജയവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരേണ്ടത്. അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ സ്വസ്ഥത അള്ളാഹു നൽകിയാൽ. ഇപ്പോൾ ഫലസ്തീനിലും ഗസയിലും സിറിയയിലൊന്നും ഇതില്ല, ഇന്ത്യയിൽ അതുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ മതേതരത്തിൻ്റെ ഒരു വിഭവമാണ്, അതുണ്ടാക്കിയെടുത്തതാണത്. ഏകാധിപത്യം നിലനിന്നാൽ ഇതുണ്ടാവില്ല. അവർ ജനാധിപത്യത്തിൽ മാത്രമേ ഈ പറഞ്ഞ വ്യവസ്ഥയുള്ളൂ. ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാൻ മനുഷ്യർക്ക് ഇടം കിട്ടുക. ഇനി എവിടെയെങ്കിലും തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണത്തിന് പരിഹാരം നമ്മൾ കാണണം. അത് രാഷ്ട്രീയാധികാരം നേടിയെടുക്കൽ വഴി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആയുധബലം കൊണ്ടും കഴിവ് കൊണ്ടും എണ്ണബലം കൊണ്ടും ഇതൊന്നും ഒരു വ്യവസ്ഥിതിയെയും മാറ്റാൻ കഴിയില്ല, ഒന്നിനെയും മാറ്റിമറിക്കാൻ കഴിയില്ല. അപ്പോൾ രാഷ്ട്രീയാധികാരം വരണം. ആർക്ക്? ജനാധിപത്യ വിശ്വാസികൾക്ക് വേണം. പക്ഷേ അതിൻ്റെ ഒരു അവസരം വരുമ്പോഴേക്കും നമ്മൾ 150 കക്ഷിയാവും. കാരണം ഇത്രയും വലിയ പിരിവ് കിട്ടുന്ന ഏർപ്പാട് വേറെല്ലോ ഉണ്ടോ? ക്ഷമിക്കുക എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ 150 വിഭാഗമാകുമ്പോൾ എന്തുണ്ടാവും? അബൂബക്കറിനെതിരിൽ ഉമർ നിന്നിട്ടില്ലല്ലോ, ഉമറിനെതിരിൽ ഉസ്മാനും നിന്നില്ല. പക്ഷെ നമുക്കെതിരിൽ നമ്മൾ തന്നെ നിൽക്കും. അപ്പോൾ രണ്ടുപേരും തല്ലുപിടിച്ച് തീരും. അവസാനം അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നെടുവീർപ്പെടും. ഇതാണിപ്പോൾ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ. ഇനി കുറേയുടെ പാർട്ടി ഉണ്ടാവും കേട്ടോ, ഉണ്ടാകാനുണ്ട്. കാരണം ഓരോരുത്തർക്കും ചെയർമാനും സെക്രട്ടറിയും പ്രസിഡൻ്റ് ആകാൻ ഒരു പാർട്ടി ഉണ്ടാകാൻ പറ്റുമോ? എനിക്കും ആകണം, നിങ്ങൾക്കും ആകണം. മതസംഘടനകൾക്ക് വന്ന അപജയം അതാണ്. വാക്ക് അവസാനിപ്പിക്കുന്നതോടെ വലവു അന്നഹും അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് ജീവിതത്തിന് സ്വാസ്ഥ്യം നൽകിയാൽ അഖാമുസ്സലാത്ത്, അവർ നമസ്കാരം നിലനിർത്തും. നിസ്കരിക്കുമെന്നല്ലാട്ടെ ഈ വാക്കൊന്നും, അതോടെ ആലോചിക്കണം. നമസ്കാരം നിലനിർത്തും അവർ. വആതു സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കും. സൂറത്തുൽ ഹജ്ജിലെ ഒരായത്താണ്. വഅമറു ബിൽ മഅറൂഫി വനഹു അനിൽ മുൻകർ, അവർ ധർമ്മം അതിൻ്റെ പരിപാലനത്തിന് വേണ്ടി സമയം ചെലവഴിക്കും. സത്യം പറയും, അസത്യത്തിന് എതിരിൽ നിലകൊള്ളും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, അള്ളാഹുവിനാണ് എല്ലാത്തിൻ്റെയും പര്യവസാനം. അപ്പോൾ ഒരു ദാനധർമ്മം, സക്കാത്ത്, സ്വതക്ക, ഇതൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. സക്കാത്ത് എന്ന് പറഞ്ഞാലും സദക്ക എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതിനുള്ള ഒരു അവസരമാണ്. അത് നമ്മൾ സ്വയം തീരുമാനമെടുക്കണം, നമ്മൾ സ്വയം അതിൻ്റെ കണക്കുകൾ എടുക്കണം. അത് ഓരോന്നും നമ്മൾ മാറ്റണം. അത് എല്ലാ വർഷവും കൃത്യമായിട്ട് ഒരു കുടുംബം റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെയിലുള്ള സ്വർണത്തിൻ്റെ സക്കാത്ത്, മാസത്തിൽ ചെറിയ ശമ്പളമുള്ളൂ, അത് വർഷത്തിൽ കൂട്ടിയിട്ട് അതിൻ്റെ വരുമാനം എത്രയാണോ അതിൻ്റെ സക്കാത്ത് ഇവിടെ കൊണ്ടുവന്ന് വേർതിരിച്ച് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത് എത്ര കൃത്യമായിട്ടാണ് കണക്ക്. ആരെയും ബോധ്യപ്പെടുത്തണ്ട, കാരണം ഇവിടെ ആരും ഓഡിറ്റ് ചെയ്യണില്ല. ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലം നോക്കണം, മുങ്കറും നക്കീറും മാത്രമേ ഉള്ളൂ, അത് ഖബറിലാണ്. പക്ഷെ ഇവിടെ വച്ച് സ്വയം നമുക്കത് ചെയ്യാം. അതിനെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ സക്കാത്ത് സംഭരണ സെല്ല് ഇവിടെ പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും അതിൽ സഹകരിക്കാം, സഹായിക്കാം, ഭാഗവാക്കുകളാകാം. കഴിഞ്ഞ വർഷം മൊത്തം കിട്ടിയതും ചെലവും കാര്യങ്ങളൊക്കെ ഒരു ജുമയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. നിങ്ങളുടെ സക്കാത്തും സദക്കയും ഒക്കെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. റഹ്മാനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.